എൻ്റെ പേര് MC രാഘവൻ. സാറ് പറഞ്ഞ മാതിരി 70 വയസ്സായി. എനിക്ക് സംശയം എന്താ വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും ക്യാൻസറായിട്ടാണ് മരിച്ചത്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ രാമദാസേട്ടൻ മരിച്ചത്. സുധാരൊക്കെ മരിച്ചിട്ട് ഒരു 5 വർഷം. അപ്പോൾ സാറ് പറഞ്ഞു 70 വയസ്സ് കഴിഞ്ഞാലാണ് ഇത് പൊട്ടിപ്പുറപ്പെടി അത് വരിക എന്നൊക്കെ പറഞ്ഞൊരു പേടി. അപ്പൊ എനിക്കും 1+3 ഒക്കണമെന്നാണ്. അപ്പൊ എനിക്കും അത് വരുന്നൊരു പേടി. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്യണം? പിന്നെ ഞാൻ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ വളർന്നതാണ്. എൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജ് സ്റ്റാഫായിരുന്നു. എൻ്റെ മകൾ IMCHൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം, പക്ഷെ അവരോടൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സാറ് അതിന് മറുപടി പറഞ്ഞു തരണം. ഞാൻ എവിടെ വരണം ടെസ്റ്റ് ചെയ്യാൻ, ആ മാമോഗ്രാഫ് ടെസ്റ്റ് ചെയ്യാൻ? നല്ല ക്വസ്റ്റ്യൻ നല്ലതാണ്. അവരെ സ്വന്തമായിട്ട് ഹിസ്റ്ററി പറഞ്ഞത്. ക്യാൻസർ എന്ന സംഭവം ആർക്ക് വേണ്ടി വരാമെങ്കിലും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാതെ എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇയാളുടെ കേസിൽ കൊളോണോസ്കോപ്പി എടുത്ത് നോക്കാൻ പറ്റും. എന്തെങ്കിലും കംപ്ലീറ്റ് എക്സാം ചെയ്ത് എന്തെങ്കിലും മുഴകളോ കല്ലിപ്പുകളോ കൊണ്ട് ചോദിക്കാൻ പറ്റും. അവിടെ ഹിസ്റ്ററി എടുത്ത് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ENT ചെക്കപ്പ് ചെയ്യാൻ പറ്റും. ENT കണ്ടുപിടിച്ചിട്ട് ഓറൽ ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ എൻഡോസ്കോപ്പി എടുത്ത് നോക്കാൻ പറ്റും. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറ്റും. ഒരു എക്സ്റേ എടുക്കാൻ പറ്റും. ഇത്രയും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പ്രോസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി PS നോക്കാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ 70 years കഴിഞ്ഞാൽ കൂടുന്നുണ്ട്. ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ അതിൽ കുറെ കാര്യങ്ങളെ കിട്ടുള്ളൂ. അല്ല 100% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. തീർച്ചയായും അലേർട്ടായി നിൽക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ടെസ്റ്റ് നോക്കുക. അപ്പൊ ഇത്രയും PS നോക്കാം, എക്സ്റേ എടുക്കാം, അൾട്രാസൗണ്ട് എടുക്കാം, കൊളോണോസ്കോപ്പി എടുത്ത് നോക്കാം, ENT കാണിക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഭയം ഒഴിവാക്കാം. എന്താ കണ്ടു കഴിഞ്ഞാൽ വീട് നല്ല ഹെൽത്തിയാണ്, അസുഖമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമസ്കാരമുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ, ശരീരത്തിലെ എല്ലാ കലകളെയും എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന്. എന്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിന് മാത്രം ഈ ക്യാൻസർ വരുന്നില്ല? അതൊന്നും ഡോക്ടർ. ഈ ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ കോശങ്ങളെ ഡിവൈഡ് ചെയ്യണം. സെൽ ഡിവിഷൻ നടക്കണം. കോശങ്ങൾ എല്ലാ കോശങ്ങളും ഡിവൈഡ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ കോശങ്ങൾ ഡിവൈഡ് ചെയ്യാറില്ല. സ്റ്റാറ്റിക് ആണ്. അതൊരിക്കലും വന്നു കഴിഞ്ഞാൽ അതേ മരുന്ന് കാണിക്കുന്നത്. അവിടെ കാർഡിയാക് മസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഫിക്സഡ് സെല്ലുകളാണ്, പെർമനന്റ് സെല്ലുകളാണ്. ബാക്കി എല്ലാ ലിവർ ആയാലും ഓവറിയൊക്കെ കോശങ്ങൾ ഡിവിഷൻ നടക്കുന്നുണ്ടാവും. ഈ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജനിതക മാറ്റമാണ്, സെൽ ഡിവിഷൻ ഉണ്ടാവുന്ന ജനിതക മാറ്റമാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണം. സെൽ സൈക്കിൾ ഇല്ലേ, പണ്ട് പഠിച്ച സെൽ സൈക്കിൾ ഓർമ്മ ഉണ്ടോ? S ഫേസ്, G1 ഫേസ്, G2 ഫേസ് ബയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് എല്ലാ കോശങ്ങളും നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് മജ്ജയിലാണ്, പിന്നെ വൻകുടലിലാണ്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്റ്റിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ഓവറിയിലാണ്, അണ്ടാശയത്തിലാണ്. ഇവിടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റിലെ കോശങ്ങൾ എല്ലാ മെൻസ്ട്രൽ സൈക്കിളും ബ്രസ്റ്റിലെ കോശങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് എവിടെയൊക്കെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെയാണ് ക്യാൻസർ വരിക. കാർഡിയാക് മസിൽ ഒരിക്കലും സൊല്യൂഷൻ ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഉണ്ടാവാറ്. അതെ, ഭർത്താവിൻ്റെ പെങ്ങള് മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു തകരാറും ഇല്ലായിരുന്നു. നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 50 വയസ്സുണ്ട്. വർത്താനം പറയാത്തൊരു കുട്ടിയാണ്. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. വയറിൽ തന്നെ ഛർദി, പിന്നെ ഭക്ഷണം കഴിക്കാതെ 1 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിക്കാതെയായിട്ട് പിന്നെ കഞ്ഞീൻ്റെ വെള്ളം നേർമേക്ക് കൊടുക്കും. അത് ഇവിടെ തെറ്റെത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഛർദിക്കും. ഒരു വെള്ളവും വയറിലേക്ക് എത്തുന്നില്ല. അപ്പം മെഡിക്കൽ കോളേജിൽ എല്ലാ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ഇത് ഓപ്പറേഷൻ ചെയ്യാൻ ആ കുടലിലാണ് തരാറ്.
ചെയ്യാനുള്ള ഒരു ഇതല്ല. മിണ്ടാത്ത കുട്ടിയെ കൊണ്ട് ഇപ്പോൾ ഡോക്ടർമാരെ കഴിവിൻ്റെ പരമാവധി ഒരു പരിശ്രമിച്ച് എന്നിട്ടിപ്പോൾ എന്തോ ഒരു സഹായം ഇറക്കിയിട്ട് ആ കുടൽ വികസിപ്പിക്കുകയാണ്. അതൊരു 3-4 പ്രാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മനസ്സിനൊരു ടെൻഷൻ. അപ്പോൾ എന്തായിരിക്കും അത് എന്നുള്ള ഡോക്ടറോട് ഒരു സംശയം ഞാൻ ചോദിക്കും. പറഞ്ഞ പ്രകാരം വയറ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ആമാശയം ബ്ലോക്ക് ആയിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. സ്ട്രിക്ചറുകളുണ്ടാവാം, ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളുണ്ടാവാം, ക്യാൻസറുകളുണ്ടാവാം. സ്ട്രിക്ചറാണ് ഞാൻ കൊണ്ട് മനസ്സിലാവും. സ്ട്രിക്ചർ അസുഖമായിരിക്കാം, അതിന്റെ ഭാഗമായിരിക്കും ആ സ്ട്രിക്ചറായിട്ട് അവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ടാവും. അത് ഡയലറ്റേഷൻ ചെയ്യുന്നതാണ്. ക്യാൻസർ ആവാൻ സാധ്യത കുറവാണ്. വേറെ ഇത് ക്യാൻസർ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സർജറി ചെയ്യാതില്ല, ഓപ്പറേഷൻ ചെയ്യും, കീമോ എല്ലാം കൊടുക്കും. ഇവിടെ കീമോ ഒന്നും കൊടുക്കുന്നില്ല. അവര് മോസ്കോയുടെ ക്യാൻസറിന് അസുഖം ആവില്ല. എനിക്ക് ഒരു 6 കൊല്ലം മുമ്പേ അപ്പീസ് മറന്ന സൂക്കട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭാഗവും അതേ സൈഡിലും അപ്പീസ് സൂക്കട്. അത് വന്നിട്ട് ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ എന്താണെന്ന് അറിയില്ല, ലേശം ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും ബ്ലൗസും ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കഴിച്ചിട്ടോ പിന്നെ ഭയങ്കര ചൊറിച്ചലാണ്. അത് എന്തുകൊണ്ടാണ്? വളരെ സിമ്പിൾ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ പണ്ട് ചിക്കൻ പോക്സ് ഉണ്ടായില്ലേ, അതിന്റെ നമ്മൾ വയസ്സാകുമ്പോൾ രണ്ടാമതും ചില നാടികളിൽ അതിൻ്റെ ഹെർപ്പിസ് വൈറസ് വരുന്നതായിരിക്കും. ചെറിയ കുമിട ഉണ്ടാവും. ആ ഒരു പ്രത്യേക ഡെർമറ്റോമൻ ഉണ്ടാവും. ഇവിടെ മാത്രം അവിടെയും വരും. പക്ഷേ അത് ഹെർപ്പിസ് സോസ്റ്റർ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ ചിക്കൻ പോക്സ് അല്ല. അതിലൊരു ലേറ്റർ കുറെ കഴിഞ്ഞാൽ ഈ വൈറസ് ഇവിടെ കിടക്കുന്നുണ്ടാവും. ബോഡി ഒന്ന് വീക്ക് ആകുമ്പോൾ പൊങ്ങി വരും. അത് കഴിഞ്ഞ് 2 ആഴ്ച മാറിപ്പോകും. ഡയബറ്റിക് പേഷ്യൻ്റ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതിനെന്ത് സംഭവിച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ നാടിനെ ബാധിക്കുന്നത്. നാടിനെ ബാധിക്കുന്നതുകൊണ്ടാണ് വേർക്കുമ്പോഴും തുണിയായിട്ടുമ്പോഴും ചൊറിച്ചിലുണ്ടാവും. അത് നോർമൽ സംഭവമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമലാണ്. കേട്ടോ. PCOD ഉണ്ടെങ്കിൽ ക്യാൻസർ ആവുമെന്ന് പറയുന്നു. PCOD ക്യാൻസറിന് സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇല്ലാന്ന് തന്നെ വിളിച്ചത്. PCOD ആൾക്കാർ എപ്പോഴും നോർമൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം വേണം. അതുകൊണ്ട് മാത്രമായിട്ട് ക്യാൻസർ കൂടില്ല. ഈ ക്യാൻസർ ഹെറിഡിറ്ററി ആണെന്ന് പറയുന്നത് ശരിയാണോ? ക്യാൻസർ 100 ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ 5 to 7% ആൾക്കാർക്ക് ഫാമിലിയിലാണ്, ഹെറിഡിറ്ററി ആണ്. അവിടെ ഒരു ഫാമിലി തന്നെ പല ആൾക്കാരും ക്യാൻസർ ഉണ്ടാവും. ഇപ്പൊ യൂഷ്വലി യങ് ഏജിൽ ഉണ്ടാവും. 40 വയസ്സ് താഴെ തന്നെ ക്യാൻസർ വരിക, പല ആൾക്കാരും ക്യാൻസർ വരിക. എസ്പെഷ്യലി ബ്രസ്റ്റ്, ഓവറി, വൻകുടൽ, പാൻക്രിയാറ്റിക് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ. ഈ 4 ക്യാൻസറോടെ ക്ലസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രത്യേക ജീൻ കൊണ്ടാണ്. ആ പ്രത്യേക ജീൻ അവർ ഫാമിലിയിൽ ഉണ്ടാവും. അവർക്ക് പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അവിടെ ഏറ്റവും ആദ്യം ആൾക്ക് ക്യാൻസർ വന്ന് നോക്കുക. 20 ഇയേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ 15 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം സ്ക്രീനിങ് പ്രോഗ്രാം. കാരണം ഏർലി ഇൻഡെക്സ് കേസാണ് ഏറ്റവും ആദ്യം വന്ന ആളാണ്. ഏറ്റവും യങ് ഏജ് വന്ന ആളെക്കാളും 5 കൊല്ലം മുന്നേ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അത് കണ്ടുപിടിക്കാൻ ആവശ്യം നടത്തണം. ഇന്നിപ്പോൾ അതിനെ ജീനി കണ്ടുപിടിക്കാൻ സൗകര്യമുണ്ട്. ബ്ലഡ് എടുത്ത് അയച്ചാൽ മതി, കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബ്രെയിൻ ക്യാൻസറിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ബ്രെയിൻ ക്യാൻസർ സാധാരണ കൂടുതൽ കാണുന്നത് കൊച്ചുങ്ങളിലാണ്. 10 വയസ്സ് താഴെയുള്ള കൊച്ചുങ്ങളായിട്ട് നമുക്ക് കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് 50 വയസ്സും കഴിഞ്ഞ് ഇനി ഏജിൽ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ കാണുന്നത് കൊച്ചുങ്ങളിലെ കാണാം. ഇനി ഏത് വയസ്സിലും ഉണ്ടാവാം. യൂഷ്വൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് വന്നാൽ ബ്രെയിന് വികസിക്കാൻ സൗകര്യമില്ല. ഇപ്പോൾ മുഴ വന്നു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ഹെഡ് ഏക്കിന് വൊമിറ്റിംഗാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ അത് വല്ലാതെ കൂടി കഴിഞ്ഞപ്പോൾ കണ്ണിന് ബുദ്ധിമുട്ട്, കണ്ണിൻ്റെ അടഞ്ഞു പോവാം, അപസ്മാരം വരെ ഉണ്ടാവാം, നടക്കാൻ ബുദ്ധിമുട്ടാക്കാം, കൈ പോകാതാക്കി മാറ്റാം. ഏത് മാർഗങ്ങളും മറവി ഉണ്ടാവാണ് കുറവാണ്. അതുണ്ടാവാം. മറവി അബ്നോർമൽ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഫ്രോണ്ടൽ ലോബിലാണെങ്കിൽ ബിഹേവിയർ മാറുന്നതായിരിക്കും, സ്വഭാവം മാറുന്നതായിരിക്കും. ചില വേറൊന്നും ഉണ്ടാവില്ല, പേഷ്യന്റ് പെട്ടെന്ന് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. MRI എടുത്ത് നോക്കുമ്പോൾ ട്യൂമർ ഉണ്ടാവും. പല പല ലക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ബ്രെയിൻ ഫംഗ്ഷൻ അവിടെയൊക്കെ ബാധിക്കും.
എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ തൊണ്ടയ്ക്ക് ഒരു അടപ്പ് വന്നിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ പുറമേ ഉള്ളവർക്ക് അത് വളരെ പതുക്കെയാണ് കേൾക്കണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ എനിക്ക് ഇവിടെ ഒരു സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഇതുണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ അപ്പോൾ ഒരു വേദന വന്നു ഈ ഭാഗത്ത് വേദന വന്നത് മാത്രമല്ല, അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ രാജൻ സർജൻ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, അങ്ങേരെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണം. ഒന്ന് രണ്ട് സ്കാനൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒടുവിൽ അവർ തീരുമാനം മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മുഴയുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചൊരു ഇതുണ്ട്, പക്ഷെ അത് വേദനയൊന്നുമില്ല. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, അവസാനം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, വിറ്റമിൻ ഡി, കാൽഷ്യം അത് കഴിക്കാൻ പറഞ്ഞു, ഏജ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഏജ് റിലേറ്റഡ് ആണെന്ന് സമാധാനിച്ചിരിക്കുകയാണ്. മക്കളെ 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു, വിശേഷമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഏജ് റിലേറ്റഡ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എൻ്റേതായ ഇതിൽ വരുമല്ലോ, ആ ഒരു ധൈര്യത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമോ എന്നൊരു സംശയം ഡോക്ടറോട് ചോദിക്കുകയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? അമ്മ ഒരു ഇഷ്യൂ വന്ന് കുറെ ടെസ്റ്റ് ചെയ്ത് നോക്കി, വന്നിട്ടില്ല, ഡയഗ്നോസ് ആയിട്ടില്ല. പക്ഷെ അമ്മ പറയുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, എഫേർട്ട് ഉണ്ട് അല്ലേ? സാധാരണ പറഞ്ഞാൽ ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്. ദാറ്റ് മീൻസ് ആണ് എനിക്ക് തോന്നുന്നു എല്ലാം ടെസ്റ്റ് ചെയ്ത് എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടാവും, CT സ്കാൻ എടുത്തിട്ടുണ്ടാവും, ENT ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ENT സ്പെഷ്യലിസ്റ്റ് ആണ് ഈ തൊണ്ട ഏറ്റവും നോക്കുന്ന ആൾക്കാർ. അവർ എൻഡോസ്കോപ്പി ഇട്ട് നോക്കും, ലാരിഞ്ചോസ്കോപ്പി നോക്കും, CT സ്കാൻ ചെയ്ത് നോക്കും, ചില കേസ് MRI ടെസ്റ്റ് എടുത്ത് നോക്കും. ഇതിലൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ മസിൽ ബോൺ, ഇതൊക്കെ മസിലാണ്, ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് മസിലാണ്. ഈ മസിലൊക്കെ നാച്ചുറലി ഏജ് കൂടുമ്പോൾ എല്ലാ മസിലും വീക്കാവും. അതേമാതിരി നമ്മളെ എല്ലാ സ്ഫിങ്ക്റ്ററും വീക്കാവും. അത് നമ്മൾ വൻകുടലും ചെറുകുടലൊക്കെ വീക്കാവും. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലായത് ഡീജനറേറ്റീവ് ചേഞ്ചസ് എല്ലായിടത്തും വരും. അപ്പൊ അത് കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. സംസാരിക്കാതെ പിന്നെ കുറെ മോശം പറ്റില്ല. പിന്നെ ന്യൂറോ വൈറ്റമിൻസ് കഴിക്കാം, ന്യൂറോ പാൻ കഴിക്കാം, കാൽസ്യം കഴിക്കാം. ഇതൊക്കെ ബേസ് നല്ലതായിരിക്കും. എല്ലാ ഇയറിലും ചെക്ക് എന്തായാലും ഇയർലി വൺസ് ഒരു ENT ഡോക്ടറെ കാണിക്കുന്ന എപ്പോഴും നല്ലതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മെന്റൽ സ്ട്രഗിളുള്ള ആൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ്. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ പോയതാണ്. അപ്പം ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ എല്ലാ ചലനങ്ങളും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അച്ഛനും അമ്മയും ഇവിടുന്ന് നോക്കാൻ പോയതാണ്, ചികിത്സിക്കുന്നിടത്ത് നോക്കാൻ പോയതാണ്. അപ്പോൾ അവിടുന്ന് ചികിത്സിച്ച് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ തിരിച്ചു വരികയാണ്. ഈ അമ്മ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഒരു മുഴയുണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് പറയാൻ പേടിയായിരുന്നു. പേടിയെന്നല്ല, ഈ ഒരു അത്യാവശ്യത്തിൻ്റെ പുറത്ത് ഞാൻ എങ്ങനെയാണ് ഹസ്ബൻഡിനോട് ഇത് പറയുക, അവരെ കൂടെ വിഷമിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് വെച്ചുകൊണ്ടിരുന്നു. അവസാനം പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ എന്നോട് ഒരു ദിവസം ഇത് പറയുകയാണ്, ചേച്ചി ഇങ്ങനത്തെ ഒരു അബദ്ധം വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് നേരിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകേണ്ട ഒരവസ്ഥ വന്നു. ക്യാൻസറാണ്, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻ്റായിട്ട് തന്നെ നമ്മുടെ കീമോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെൻ്റൽ സ്ട്രഗിൾ അല്ലാതെ അവരുടെ ഫാമിലിയിൽ ഒരു പ്രോബ്ലവും ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതൊന്നും ചെയ്തു. മെന്റൽ സ്ട്രഗിൾ കൊണ്ട് ക്യാൻസർ വരാൻ സാധ്യത വളരെ കുറവാണ്, ഉണ്ടാവില്ല. വേറെ എന്തോ കാരണമായിരിക്കും അവർക്ക് ഉണ്ടാവുള്ള നേരത്തെ ഉണ്ടായിരിക്കും. മെന്റൽ സ്ട്രഗിൾ കൊണ്ടൊന്നും ക്യാൻസർ കോശങ്ങളുടെ ജനിതകമാരുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് മാറാം, നമ്മുടെ വെതർ കൊണ്ട് മാറാം, നമ്മുടെ വായു മോശമായി കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാം, എയർ പൊല്യൂഷൻ ഉണ്ടാക്കാം, പുകവലി കൊണ്ട് ഉണ്ടാക്കാം. വീട്ടിൽ ഞാൻ പുകവലിച്ച അമ്മയ്ക്കും മക്കൾ അനിയന്മാർക്കും ക്യാൻസർ കിട്ടാം. ഇപ്പോൾ പാസീവ് സ്മോക്കിംഗ് ഉണ്ട്. സ്മോക്കിംഗ് ഇപ്പോഴും കേരളത്തിൽ നല്ലുണ്ട്, സ്മോക്കിംഗ് കുറഞ്ഞിട്ടൊന്നുമില്ല. സ്മോക്കിംഗ് ആണ് ഏറ്റവും വൺ അതർ തിങ് വി ക്യാൻ നമുക്ക്
മാറ്റാൻ പറ്റും, പുകവലി ഒഴിവാക്കാൻ പറ്റും. എസ്പെഷ്യലി വീട്ടിൽ നിന്നുള്ള പുകവലി എന്തായാലും ഒഴിവാക്കണം. ബിക്കോസ് വീട്ടിൽ നിന്ന് പുകവലി എനിക്ക് മാത്രമേ കിട്ടാം, ചുറ്റുപാടെല്ലാവരും കിട്ടും. അപ്പോൾ പുകവലി ഒരാളെ ഈ ദൂരത്ത് പോയി എവിടെ പോയി വലിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് സറൗണ്ടിങ്സിന് കിട്ടുന്നത്. അപ്പോൾ പുകവലി ഒഴിവാക്കണം എപ്പോഴും നല്ലൊരു കാര്യം, ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം നടത്താതെ പുകവലി ഒഴിവാക്കലാണ്. അത് ക്യാൻസറിന് കുറവാണ്. പക്ഷെ അതിലും നമ്മൾ കുറെ പ്ലാസ്റ്റിക് കവറുകളും അല്ലെങ്കിൽ വേറെ സാധനം വിറകല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാം. പലതും ഉപയോഗിക്കാം, പല സാധനം കിട്ടുമല്ലോ, അതൊക്കെ വെച്ച് കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. സാധാരണ വിറകിൽ നിന്നുണ്ടാവുന്ന പുകയിൽ നിന്ന് ഇൻസിഡൻസ് വളരെ കുറവാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽസോ അതൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വരാം. പണ്ട് എന്താ പറയാൻ ഒരു കാര്യം മാറ്റേണ്ട പുതിയ മാറ്റം വന്നു വെച്ചാൽ ഈ ലങ് ക്യാൻസർ സ്ത്രീകളിൽ കൂടിക്കൊണ്ടിരിക്കും. പണ്ട് ലങ് ക്യാൻസർ കൂടുതലും കണ്ടിരുന്നത് പുരുഷന്മാരെ കണ്ടിരുന്നു. ഇപ്പൊ ലങ് ക്യാൻസർ സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട്. മേ ബി ഒരു കാരണം എയർ പൊല്യൂഷൻ ആയിരിക്കും. പുരുഷന്മാർക്കുണ്ട്, പക്ഷേ സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട്. എയർ പൊല്യൂഷൻ ഇന്ത്യയിൽ മുഴുവൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മെട്രോസിലൊക്കെ എയർ പൊല്യൂഷൻ കൂടുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും വെസ്റ്റേൺ കൺട്രീസിനും അവിടെ ഒരു ക്യാൻസർ പ്രധാന കാരണം എയർ പൊല്യൂഷനാണ്. അപ്പം ലോകം എത്രത്തോളം പുരോഗമിക്കുന്നോ അതിനനുസരിച്ച് പൊല്യൂഷൻ കൂടുന്നു. അപ്പോൾ രണ്ടൊരു പ്രൊപ്പോർഷനേറ്റാണ്. നമ്മൾ പുരോഗമിക്കുന്നു, അതേമാതിരി വേറെ ഇഷ്യൂസ് അതിന് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ബാലൻസ് കൊണ്ടുപോകാൻ ഭയങ്കര പണിയായിരിക്കും. ഈ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസർ, സ്ട്രെസ് കൊണ്ട് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. സ്ട്രെസ്സിൻ്റെ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പോകില്ല. അത് വേദന കാരണം വേറെ ഒരു ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ സ്ട്രെസ് മാത്രമായിട്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയില്ല. ക്യാൻസർ ഉണ്ടാകാൻ പറയുന്നത് ഒന്ന് നമ്മൾ പുകവലി, മദ്യപാനം ക്യാൻസർ ഉണ്ടാക്കില്ല. അമിത മദ്യപാനം, ഭക്ഷണത്തിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടായ മാറ്റങ്ങൾ, റേഡിയേഷൻ എക്സ്പോഷർ, പല ഇൻഡസ്ട്രി വരുന്നു, പല നമ്മുടെ മൊബൈൽ ടവർ വരുന്നു. ഇതിന് ഓവറോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് റേഡിയേഷൻ എക്സ്പോഷർ ജനറലി കൂടിയിട്ടുണ്ട്, ഭൂമി തന്നെ കൂടുന്നുണ്ട്. പ്ലസ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഫുഡ് പൊല്യൂഷൻ, കെമിക്കൽസ് ആഡ് ചെയ്യുന്നു, അഡൾട്ടറി ചെയ്യുന്നു, പല കളറിങ് ഏജൻസ് ആഡ് ചെയ്യുന്നു. പിന്നെ ഇൻഡസ്ട്രി, പെയിന്റ് ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ പലപ്പോഴും കെമിക്കൽസ് ഡെയിലി ടച്ച് ചെയ്തുകൊണ്ടാണ് ഇഷ്യൂസ്. അനിലിൻ ടൈസ്, ആസ്ബെറ്റോസ് എക്സ്പോഷർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാവും. വേറെ ഒന്ന് വൈറസ് കൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഹ്യൂമൻ പാപ്പിലോ HPV വൈറസ് ഉണ്ട്, ഹ്യൂമൻ പാപ്പിലോ വൈറസ്. അങ്ങനെയാണ് ഗർഭാശയത്തിലെ ക്യാൻസർ ഉണ്ടാവാൻ കാരണം. ഓറൽ ക്യാൻസർ കാരണം HPV ഉണ്ട്. അതിന് വാക്സിൻ ഉണ്ട് ഇപ്പോൾ. ഈ HPV വാക്സിൻ ശരിക്കും പറഞ്ഞാൽ <15 years 15 വയസ്സ് താഴെയുള്ള എല്ലാ പെൺകുട്ടികളും എടുക്കണമെന്നാണ് പറയുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ 100% ഒരു 90% ഗർഭാശയത്തിലെ ക്യാൻസർ ഇല്ലാതാക്കാൻ പറ്റും. HPV വാക്സിൻ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ അത് അടുത്ത കൊല്ലം കൂടി ഗവൺമെന്റ് അത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. HPV വാക്സിൻ എല്ലാ നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാം വരാൻ പോവുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ പോയി ചെയ്യാൻ പറ്റിയ പുകവലി നമുക്ക് ഒഴിവാക്കാം, ഡിസിപ്ലിൻ ലൈഫ് ലീഡ് ചെയ്യാം, ബാലൻസ് ഡയറ്റ് കഴിക്കാം, റെഡ് മീറ്റ് കുറയ്ക്കാം, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം, ഫൈബർ കൂടുതൽ ഭക്ഷണം കഴിക്കാം. അതാണ് ഈ പല ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാം. അതിന്റെ ഭാഗമായിട്ട് ക്യാൻസറിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫിഷ് എപ്പോഴും നല്ലതാണ്. ഫിഷ് എപ്പോഴും പ്രൊട്ടക്റ്റീവാണ്. ഫിഷ് ആന്റി ഓക്സിഡന്റ് കൂടുതലാണ്, ക്യാൻസർ പ്രൊട്ടക്റ്റീവാണ്. ഇതൊന്നും കെമിക്കൽസ് ഉണ്ടാകാൻ പാടില്ല. നല്ല ഫിഷ് വേണം. അപ്പൊ അങ്ങനത്തെ ഫുഡിൽ കുറെ കാര്യങ്ങൾ ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ചെയ്യാറ്.